ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഞാൻ എന്താ ഉറക്കണിച്ച് വന്നിട്ടേ ഉള്ളൂ. നൈനൂട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനിയും കഴിക്കാനായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഉപ്പുമാ, ഇന്നലെ ഞങ്ങൾക്ക് പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാനിവിടെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പറയും ഇന്ന് ഞാൻ ഉപ്പുമാവ് കൊടുക്കുവാന്ന്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പുട്ടുണ്ടാക്കി, ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നൈനും എണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി, പല്ലിയേക്കാൻ ഇറങ്ങി. അപ്പം ഫുഡ് ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ പോയി വേഗം തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നൈനുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അവളുടെ കാർട്ടൂണും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം പറയണല്ലോ, അവർക്ക് ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ TV, എന്തെങ്കിലും ഇല്ലാതെ അവർ കഴിക്കത്തില്ല. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു. പിന്നെ നൈനുട്ടിയുടെ മുടിയാകെ ജട പിടിച്ചല്ല ഒരുമാതിരി. അവൾ തനിയാണ് ഒരുങ്ങുന്നതൊക്കെ, മുടി കെട്ടുന്നതും അതുപോലെ തന്നെ ഫേസിലാണെങ്കിൽ എല്ലാം അവൾ തനിയാണ് ഒരുങ്ങുന്നത്. അപ്പം മുടി കെട്ടുമ്പോഴത്തേക്കിനും ഇവൾ ചീവുന്ന പാതി വരെ ചീവി വെച്ചിട്ട് ബാക്കി ചീവത്തില്ല. അങ്ങനെ മുടി മൊത്തം ഉടക്കായിട്ട് കുറേ നേരത്തെ എൻ്റെ പണിയായിരുന്നു കേട്ടോ ഈ തലയിലെ ഈ നൈനുട്ടിയുടെ മുടിയിലെ ഉടക്ക് കളയുക എന്നുള്ളത്. കളഞ്ഞിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒരിടത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുരുക്ക് പിടിച്ചിരിക്കത്തില്ല, അങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് കുറേ കഷ്ടപ്പെട്ട് ഞാൻ കുരുക്കൊക്കെ എടുത്ത് മാറ്റി കുറേ മുടിയൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടിപ്പോവാതെ എന്ത് ചെയ്യാനാണ്? പിന്നെ നമുക്കത് കുരുക്ക് മാറ്റാൻ പറ്റത്തില്ല, വലിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകില്ല. അങ്ങനെ കുറേ മുടിയൊക്കെ പൊട്ടിപ്പോയി. അവൾക്കും ദേഷ്യം വന്ന്, എനിക്കും ദേഷ്യം വന്ന്. എത്രയൊക്കെ ചീവിയിട്ട് മുടിയിൽ ഉടക്ക് മാറുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഉടക്കൊക്കെ കളഞ്ഞ് വന്നപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് വിശപ്പായി. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോഴത്തേക്കിനും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നൈനുട്ടിക്കും കുറച്ച് മുറിച്ച് കൊടുത്തു, ഞാനും കുറച്ച് മുറിച്ച് കഴിച്ച്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാനൊരു ദിവസം കഴിച്ചതിനേക്കാളും കുറച്ച് മധുരം കൂടുതലുണ്ടായിരുന്നേ. നല്ല പിങ്ക് കളറായിരുന്നു കേട്ടോ. അന്നൊരു ദിവസം ആദ്യമായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് നമ്മുടെ എറണാകുളം ലുലു മോളിൽ വെച്ചാണ് കേട്ടോ. അന്ന് ഇത്രയും പിങ്ക് കളറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിന് നല്ല കളറുണ്ട് കേട്ടോ. എൻ്റെ വിരലിൽ നോക്കാതെ കഴിച്ചതിൻ്റെ കളറ്. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ബ്ലഷ് ആക്കുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് റെഡി തോന്നി എന്നാൽ ഇതൊന്ന് ബ്ലഷ് ആക്കി നോക്കാം എന്ന്. അങ്ങനെ ബ്ലഷ് ആക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പിങ്ക് കളറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ച് ഇതൊന്നും സത്യമായിരിക്കത്തില്ല, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലഷ് ആക്കുകയെന്ന്. പക്ഷേ ഞാൻ ആക്കി നോക്കിയപ്പോഴത്തേക്കിനും വണ്ടടിച്ചു പോയി. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ബ്ലഷ് ലവറാണ്. അപ്പോൾ പിന്നെ ഇതും കൂടെ ഒത്തു വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് വെച്ച് ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയിലേക്ക് ഞാൻ കിടന്നു. കുറേയേറെ ജോലി ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റിലത്തെ അരി അടുപ്പിലിടാമെന്ന് വിചാരിച്ച്. ഈ അടുപ്പിൽ നമ്മൾ തീ കത്തിക്കുന്ന ഭയങ്കര ചൊറ പിടിച്ച പരിപാടിയാണ് കേട്ടോ. തീയൊട്ട് കത്തത്തുമില്ല. ഊതി മനുഷ്യൻ്റെ അടപ്പ് തെറിക്കും. വേണ്ട അമ്മ വെച്ചോ. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കേട്ടോ. അപ്പം ഞാനും നൈനുട്ടിയും കൂടെ അടൂരേക്ക് പോകാൻ തുടങ്ങുവാണ്. നൈനുട്ടിക്ക് ഉടുപ്പെടുക്കണം, പിന്നെ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ ഉടുപ്പെടുക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപ എടുത്തിട്ട് എനിക്ക് ഓണത്തിന് തരാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. ഞങ്ങളിതാ ഓണത്തിനുള്ള പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ. ഓട്ടോ ഒന്നും വിളിച്ചിട്ട് ഓട്ടോ ഒന്നുമില്ല. ഈ ഓണസമയം ആയതുകൊണ്ട് ഓട്ടോ ഒക്കെ അങ്ങ് ദൂരെയൊക്കെ ഓട്ടത്തിന് പോയേക്കുക. ഈ ഒരു സമയത്താണ് നമുക്ക് വണ്ടി അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ എന്തായാലും ഡ്രൈവിങ് ഒക്കെ പഠിക്കുന്നുണ്ട്. എൻ്റെ ലേണേഴ്സ് കഴിഞ്ഞ് ഇനി അടുത്ത എൻ്റെ റോഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കും. നീ എൻ്റെ കൂടെ ധൈര്യത്തിൽ വരുമോ? റോഡ് ടെസ്റ്റ് അതായത് ലൈസൻസ് കിട്ടാനുള്ള. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഓടിക്കാൻ പോകുമ്പോൾ നീ വരും എൻ്റെ കൂടെ? പേടിയുണ്ടോ എൻ്റെ കൂടെ ഇരിക്കാൻ? അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് പിന്നെ ഓട്ടോ ഒന്നും വിളിക്കേണ്ട. ഞങ്ങൾ പിന്നെ വണ്ടിയിൽ
ബൈക്കല്ല, നോക്കട്ടെ എന്തോ വാങ്ങിക്കുന്നത്. വീടല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഓട്ടോ വിളിക്കും, ഓട്ടോ ഒന്നുമില്ല. പിന്നെ ഞങ്ങളിതാ ഈ വെയിലത്ത് നടക്കുക. ഇനി അവിടെ ചെന്നിട്ട് ബസ്സിന് പോകണം. ഞങ്ങൾ SM-ലേക്കാണ് കേട്ടോ പോയത്. വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ തിരക്ക്, എൻ്റെ പൊന്നോ, അച്ഛനൊക്കെ തുണിയെടുക്കാൻ നോക്കിയിട്ട് അവിടെ നിന്ന് ഒക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് നൈനൂട്ടിക്ക് മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മെൻസിൻ്റെ മാത്രമുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് അച്ഛനൊക്കെ ഡ്രസ്സ് എടുത്ത് പിന്നെ മനീഷേട്ടനും എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നൈനൂട്ടിക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ച്, നൈനൂട്ടിക്ക് കുറച്ചേറെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പൂ വാങ്ങിച്ച് നാളെ അത്തപ്പൂ ഇടാനും പിന്നെ മുല്ലപ്പൂ ഒക്കെ ആയിട്ട്. അങ്ങനെ അച്ഛന് വാങ്ങിച്ചത് കയ്യിൽ കൊടുത്ത് ഇനി നാളെ ഇത് മാറാൻ പോകണം ഗൈസ്. അച്ഛന് പോക്കറ്റുള്ള ഷർട്ടാണ് ഇഷ്ടം. എന്നോടും ചേച്ചിയോടും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഷർട്ട് എടുക്കുകയാണെങ്കിൽ പോക്കറ്റുള്ള ഷർട്ട് എടുക്കാവുന്നു. പക്ഷേ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പം എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങനെ ഞാൻ ഷർട്ടിൻ്റെ പോക്കറ്റൊന്നും നോക്കിയില്ല. പക്ഷേ അച്ഛന് ഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇനി നാളെ പോയി അത് മാറിയെടുക്കണം. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് കുറേയേറെ ജോലി കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് ഞാൻ കടന്നു. മുല്ലമുട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുല്ലമുട്ട് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിയ മുല്ലപ്പൂ നല്ല പോലെ വിരിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും പിറ്റേ ദിവസം ആകുമ്പം നന്നായിട്ട് വാടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം മുല്ലമുട്ടാണ് ഒന്നുകൂടെ നല്ലത്. കെട്ടിയതിനേക്കാളും ക്വാണ്ടിറ്റിയും കാണുമല്ലോ. ഈ ഇരുന്നിങ്ങനെ കെട്ടുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കെട്ടാത്ത മുല്ലമുട്ട് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ അതൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കഴിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പകുതിയോളം കെട്ടിക്കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരുന്നത്. പിന്നെ അച്ഛൻ കഴിച്ച് അതിൻ്റെ കൂടെ ഞങ്ങൾ ബിഗ് ബോസും കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ അമ്മ നാളത്തേക്കുള്ള കറിക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുവാണ് കേട്ടോ. എന്നെ മുമ്പേ മുതലേ വിളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സഹായിക്കാൻ. നീ മുല്ലപ്പൂ മൊത്തം കെട്ടിയിട്ട് വേണ്ടേ എനിക്കത് സഹായിക്കാൻ. അങ്ങനെ ഇതാ മുല്ലപ്പൂ മൊത്തം കെട്ടി വെളിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ മുല്ലപ്പൂ വെളിയിൽ ഇങ്ങനെ തൂക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതിനിയും വിരിയാനുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ വെളിയിൽ കിടന്ന് മഞ്ഞൊക്കെ കൊണ്ടിട്ട് നല്ലപോലെ വിരിയും. പക്ഷെ നമ്മൾ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരുമാതിരി വാടിയ പോലെ ഇരിക്കും. പുറത്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനാട്ടോ പുറത്തിട്ടേക്കുന്നത്. അയ്യോ, അങ്ങനെ ഇന്നത്തെ കുറേ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകാനിട്ട് നാളെ രാവിലെ എണ്ണിക്കണം, അത്തപ്പൂ ഇടണം, അമ്പലത്തിൽ പോകണം. ഇവിടെ പൂവെല്ലാം ഞാൻ കിടക്കുന്നിടത്ത് തന്നെയാണ് കേട്ടോ നിരത്തി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇനി രാവിലെ എണ്ണിച്ചുകൊണ്ട് പൊളിക്കാനും രാവിലെ എണ്ണിക്കണം. ഞാനും ഇന്ന് അമ്മ വന്നപ്പോഴത്തേക്കിനും അമ്മയുടെ കൂടെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും അതിനു മുമ്പ് അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.